യെസ്, അങ്ങനെ പ്രീമിയർ ലീഗ് തുടങ്ങിയിരിക്കുകയാണ്. ലിവർപൂൾ ഫസ്റ്റ് ഗെയിമിൽ ഹോം മാച്ചിൽ ബോൺമുത്തിനെ 4-2 തോപ്പിച്ചുകൊണ്ട് 3 പോയിന്റ്സ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. മെറ്റാരുമല്ല, ഔട്ട് ഓഫ് എവരി വൺ അതൊരു പ്രത്യേക തരം ഒരു ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. കിയേസ തന്റെ ഫസ്റ്റ് പ്രീമിയർ ലീഗ് ഗോൾ ലിവർപൂളിന് വേണ്ടി നേടുന്നു. ഈ സീസൺ ക്ലബ്ബ് വിടാനായിട്ടിരുന്ന ഒരു പ്ലെയർ, ലാസ്റ്റ് സീസണിൽ മിനിറ്റ്സുകൾ കിട്ടാതിരുന്ന ഒരു പ്ലെയർ, ലാസ്റ്റ് സീസൺ എൻഡ് ആയപ്പോഴാണ് ആൾക്ക് പ്രീമിയർ ലീഗിൽ പോലും മിനിറ്റ്സ് കിട്ടി. അങ്ങനത്തെ ഒരു പ്ലെയർ, ആ ഒരു പ്ലെയർ പിച്ചിൽ ഇറങ്ങുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു വിന്നിങ് ഗോൾ തരുന്നു. അതിനുശേഷം സലയുടെ ഗോൾ നമ്മൾ കണ്ടു. പക്ഷെ ആ ഒരു ഇമ്പോർട്ടന്റ് മൊമെന്റിൽ ഇമ്പോർട്ടന്റ് ഗോൾ കിയേസ ഓഫ് ദ ബെഞ്ച് നേടുകയാണ്. ആൻഡ് മാച്ചിന്റെ സ്റ്റാർട്ടിൽ നമ്മൾ കണ്ടു ഒരു സൂപ്പർ മൊമെന്റ് ആയിരുന്നു. ഡിയാഗോ ജോട്ടയ്ക്ക് എല്ലാവരും ട്രിബ്യൂട്ട് കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. ആൻഫീൽഡ് വാസ് ബസ്സിങ്, ഒന്നും പറയാനില്ല. ഒരു ഒന്നൊന്നര അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, എക്കിറ്റിക്ക് വീണ്ടും ആളുടെ ഒഫീഷ്യൽ ഡെബ്യൂട്ട് മാച്ചിൽ ക്രിസ്റ്റൽ പാലസിന് അഗേൻസ്റ്റ് ഗോൾ സ്കോർ ചെയ്താൽ ഫസ്റ്റ് പ്രീമിയർ ലീഗ് ഒഫീഷ്യൽ മാച്ചിലും ആളിതേ ഒരു ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം കോഡി ഗ്യാപ്കോ സ്കോർ ചെയ്തു, കിയേസ സ്കോർ ചെയ്തു, വിച്ച് വാസ് ദ ബെസ്റ്റ് വൺ. അതുപോലെ തന്നെ മോ സാല ഫസ്റ്റ് മാച്ച് ഡേ വീക്ക് 1 ആണ്, ഫസ്റ്റ് ഗെയിമാണ്. സലയുടെ ഗോൾ വന്നില്ലെങ്കിൽ എന്തോളം അല്ലേ. സോ സല തന്റെ ഗോളും സ്കോർ ചെയ്തുകൊണ്ട് 4-2 വിക്ടറി നേടിക്കൊണ്ടാണ് ലിവർപൂൾ ഈ മാച്ച് വിട്ടുപോകുന്നത്. യെസ്, അർനെ സ്ലോട്ട് പോസ്റ്റ് മാച്ച് വന്ന് പറഞ്ഞതിൽ നിന്നും ഹീസ് ഹാപ്പി വിത്ത് 3 പോയിന്റ്സ് എന്നാണ് പറഞ്ഞത്. പക്ഷെ 100% ഷുവറാണ് പുള്ളിയുടെ ആ പോസ്റ്റ് മാച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുള്ളി ഹാപ്പി അല്ല. ഓവറോൾ പെർഫോമൻസിൽ ഡെഫിനറ്റ്ലി പുള്ളി ഹാപ്പി അല്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമുക്കറിയാമല്ലോ, ഫസ്റ്റ് മാച്ച് ഓഫ് ദ സീസൺ ആണ്. 4 പുതിയ സൈനിങ്സുകൾ സ്റ്റാർട്ട് ചെയ്ത മാച്ചാണ്. അവർക്ക് ഇമ്പാക്ട് അഥവാ ആ ടീം ഒന്ന് ജെല്ലായി വരാനായിട്ട് വളരെയധികം നല്ല ഒരു ടൈം എടുക്കും. സോ അതിൻ്റെതായിട്ടുള്ള ഒരു ക്ഷമ നമുക്ക് വേണം. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോൾ ലിവർപൂൾ ഏറ്റവും അധികം മിസ് ചെയ്തൊരു നെയിം ഏതാണ്? വിത്തൗട്ട് എ ഡൗട്ട് ഇറ്റ്സ് റയാൻ ഗ്രാവംബർഗിനെ ഇന്നലെ ആ പിച്ചിൽ ലിവർപൂൾ മിസ് ചെയ്തു. ആ ടീമിലെ ഒരേ ഒരു ഗ്രാവംബർഗ് എക്സാക്ട്ലി ഒരു നമ്പർ 6 എന്നല്ല, ബട്ട് ലിവർപൂളിന്റെ നമ്പർ 6 ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഗ്രാവംബർഗ്. സോ ഗ്രാവംബർഗ് സസ്പെൻഷൻ കാരണം വെളിയിലിരുന്ന ഒരു മാച്ചാണ്. സോ അതിനകത്ത് തന്നെ മക്കലിസ്റ്റർ, സബോസ്ലൈ, ഫ്ലോറിയൻ വിച്ച് മിഡ്ഫീൽഡ് 3 ആണ് ഇറക്കിയത്. ആൻഡ് സ്ലോട്ടിന് ആൻസർ ചെയ്യേണ്ടതും അതാണ്. ഗോയിങ് ഫോർവേഡ് മക്കലിസ്റ്ററിനെയോ സബോസ്ലൈനെയോ ഗ്രാവംബർഗിനെ, ഇത് 3 പേരിലെ ഒരാളെ ബെഞ്ച് ചെയ്ത് ഫ്ലോറിയൻ വിച്ചിനെ വൺ ഓഫ് ദ മിഡ്ഫീൽഡ് 3 ആയിട്ട് ഇറക്കണോ, അതോ ഫ്രണ്ട് 3 വൺ ഓഫ് ദ പ്ലേയേഴ്സ് ആയിട്ട് ഇറക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ലിവർപൂളിന്റെ കോച്ചായ അർനെ സ്ലോട്ടിന് ആൻസർ ചെയ്യാനുള്ളത്. കാരണം ഇന്നലെ പലപ്പോഴും ഡിഫൻസീവ് ട്രാൻസിഷനിൽ ബോൺമുത്ത് ലിവർപൂളിനെ ശരിക്കും പറയുന്നുണ്ടായത്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യമാണ്, ഇരിയോളയുടെ ഒരു ബോൺമുത്തിന് നമ്മൾ അങ്ങോട്ട് മാർക്ക് കൊടുത്തേ പറ്റൂ. ഇന്നലെ എല്ലാവരും അവരുടെ ടീമിൽ നന്നോലെ കളിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം അവരുടെ 3 ഇമ്പോർട്ടൻറ്റ് പില്ലേഴ്സ് പോയ ഒരു സൈഡാണ്. സബ്രാനി ആണേലും ഹഡ്സൺ ആണേലും കെർക്കസ് ആണേലും പോയ ഒരു ടീമാണ്. യെസ്, അവർ സൈനിങ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ടീമിലും പ്ലേയേഴ്സ് തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് വരേണ്ട ആവശ്യമുണ്ട്. സോ ഇന്നത്തെ മാച്ചിൽ ലിവർപൂൾ എന്തിനാണ് ശ്രമിച്ചത്? നമ്മൾ ക്രിസ്റ്റൽ പാലസ് മാച്ചിൽ കണ്ട പോലെ തന്നെ ഫ്രിംപോങ്ങിനെ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ ശരിക്കും ഓവർലാപ്പ് ചെയ്യാനായിട്ടും ഈവൻ സ്പേസസ് ഉണ്ടെങ്കിൽ ഇൻവേർട്ട് ചെയ്ത് കയറാനായിട്ടും ഉള്ള ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫ്രിംപോങ്ങിന്റെ റിക്കവറി പേസ് അവരവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കെർക്കസ് കമ്പയർഡ് ടു ക്രിസ്റ്റൽ പാലസ് മാച്ച് കുറച്ചുകൂടെ അവെയർ ആയിട്ടാണ് കളിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ എന്നാലും ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം കെർക്കസിനുണ്ടായിരുന്നു. സ്പേസസ് കിട്ടുമ്പോൾ നല്ല പോലെ തന്നെ കെർക്കസ് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ലിവർപൂളിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് ടു ആൻ എക്സ്റ്റെൻഡ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കണ്ട. എസ്പെഷ്യലി സെമന്യോ വാസ് ടു മച്ച് ടു ഹാൻഡിൽ കെർക്കസിന്റെ പല സിറ്റുവേഷൻ. ഈവൻ ദോ കെർക്കസ് അത്യാവശ്യം പേസ് ഉള്ള പ്ലെയർ ആണെങ്കിലും കെർക്കസിന്റെ റിക്കവറി പേസ് കമ്പയർഡ് ടു ഫ്രിംപോങ് ആർഗ്യുബിളി പ്രീമിയർ ലീഗിലെ പ്രോബബ്ലി ദ ക്വിക്കസ്റ്റ് പ്ലെയർ ആയിരിക്കും. സോ അങ്ങനെയുള്ള ഒരു പ്ലെയർ ആണ്. സോ അതിനകത്ത് തന്നെ പുള്ളിയുടെ അത്രയും കെർക്കസിനെ കമ്മിറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. എസ്പെഷ്യലി സെമന്യോ പോലത്തെ ഒരു സ്പീഡ് മോൺസ്റ്റർ അപ്പുറത്തുള്ളപ്പം. ആൻഡ് പലപ്പോഴും ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇന്നലെ യെല്ലോ കാർഡും ഫസ്റ്റ് ഹാഫ് നമ്മൾ നേടുന്ന കണ്ടു. കെർക്കസ് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുവിടെ നമുക്ക് ഏറ്റവും ഇഷ്യൂ ആയിട്ട് തോന്നിയത് സെൻട്രൽ ഏരിയാസിലാണ്. ലിവർപൂൾ ഇന്നലെ സെൻട്രൽ ഏരിയാസിലൂടെ പ്രോഗ്രസ് ചെയ്യാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ അവർ കൂടുതലും വൈഡ് ഏരിയാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഗ്രാവംബർഗ് പോലത്തെ ഒരു പ്രോപ്പർ നമ്പർ 6 അവർ ലാക്ക് ചെയ്തിരുന്നു. ആൻഡ് സർപ്രൈസ് ചെയ്ത മറ്റൊരു കാര്യം, സബോസ്ലൈ കൂടുതലും ഡ്രോപ്പ് ചെയ്യും, മക്കലിസ്റ്റർ കുറച്ചുകൂടെ പുഷ് ചെയ്യുന്നുണ്ട്. മേ ബി ഇത് അതർ വേ അല്ലായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി. ആൻഡ് കുറെ മിസ് പാസുകൾ ഉണ്ടായിരുന്നു. ഈവൻ ദോ ഹ്യൂഗോ എക്കിറ്റിക്ക് ഇന്നലെ ആളുടെ ഡെബ്യൂട്ടിൽ തന്നെ ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ഗോളും സ്കോർ ചെയ്തു. വൈ ഹീസ് 95 മില്യൺ എന്നുള്ളതിന്റെ കുറച്ച് ഗ്ലിംസസ് തന്ന ഒരു ഗോൾ. ആൻഡ് ഇന്നലെ പുള്ളിയുടെ മൂവ്മെന്റ്സ് അടിപൊളിയായിരുന്നു. ലിങ്ക് അപ്പ് പ്ലേയിലെല്ലാം സൂപ്പർ. എസ്പെഷ്യലി ആ സെക്കൻഡ് ഗോൾ, കോഡി ഗ്യാക്പോയുടെ ആ സെക്കൻഡ് ഗോളിൽ അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തു. ആളുടെ മൂവ്മെന്റുകൾ കിടലനായിരുന്നു. പുള്ളിയും വിറ്റ്സും പലപ്പോഴും എക്കിറ്റിക്കെ ഡ്രോപ്പ് ചെയ്യുന്നു, ഫ്ലോറിയൻ വിറ്റ്സ് പുഷ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ആൻഡ് പുള്ളിയുടെ മൂവ്മെന്റ്സ് അടിപൊളിയായിരുന്നു. പക്ഷേ പോസ്റ്റ് മാച്ച് വന്നിട്ട് എക്കിറ്റിക്കെ പറഞ്ഞു ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് പെർഫോമൻസ് അല്ലേ. കാരണം പുള്ളി മാത്രമല്ല, ഓവറോൾ ഇന്നലെ എല്ലാവരും ഇൻക്ലൂഡിങ് ഫ്ലോറിയൻ വിറ്റ്സ് ആണെങ്കിലും സബോസ്ലായ് ആണെങ്കിലും മക്കലിസ്റ്റർ, എസ്പെഷ്യലി സബോസ്ലായും ഫ്ലോറിയൻ വിറ്റ്സും ഈ എക്കിറ്റിക്ക് എല്ലാവരും ബോളുകൾ ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അനാവശ്യമായിട്ട് ബോളുകൾ ലൂസ് ചെയ്യുന്നതാണ്. ലിവർപൂളിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഇതിൽ പറഞ്ഞ പോലെ തന്നെ
കമ്മിറ്റ് ചെയ്യാനാണ്. ഇന്നലെ ലിവർപൂളിൽ വൺ ഓഫ് ദ സ്ട്രെങ്ത് എന്തായിരുന്നു, എക്കിറ്റിക് ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ മക്കലിസ്റ്ററും അതുപോലെ തന്നെ സബോസ്ലായും അതുപോലെ ഫ്ലോറിയം വിച്ചും ഡ്രോപ്പ് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് വരും. ആൻഡ് എക്കിറ്റിക്കെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് എക്സ്പെർട്ട് ആണ്. സോ പലപ്പോഴും എക്കിറ്റിക്കെ മിഡ്ഫീൽഡിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്ന നമ്മളുണ്ട്. സോ ആ ഒരു 4 മിഡ്ഫീൽഡ് അവർ ഫോം ചെയ്ത് നമ്മൾ ഇന്നലെ വാച്ച് ലോങ്ങിനിടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ്. 4 മിഡ്ഫീൽഡ് അതെല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 4 മിഡ്ഫീൽഡ് ഫോം ചെയ്യുന്നു ആൻഡ് ആ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആൻഡ് ആസ് എ ടീം അവർ പുഷ് ചെയ്യുവാണ് അപ്പ് ഫ്രണ്ടിലോട്ട്. ഒരു ഇഷ്യൂ എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം അപ്പ് ഫ്രണ്ടിലോട്ട് അവർ പുഷ് ചെയ്യുമ്പോഴേക്കും ഇപ്പൊ കെർക്കസ് ആണെങ്കിലും ഫ്രിംപോങ് ആണെങ്കിലും അത്യാവശ്യം നല്ലപോലെ പുഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനൽ തേർഡിലോട്ട് എത്തിയുമ്പോഴേക്കും അവിടെ ഫ്ലോറിയം വിച്ച് പുഷ് ചെയ്യും, സെൻട്രൽ ഏരിയാസിലോട്ട് വരും, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസിലോട്ട് പോകണം ഫൈനൽ തേർഡിൽ. അതുപോലെ തന്നെ എക്കിറ്റിക്കയുടെ മൂവ്മെന്റ്സ് വരും, ഗ്യാക്പോ ഇൻവേർട്ട് ചെയ്യും, സല ഇൻവേർട്ട് ചെയ്ത് ഹാഫ് സ്പേസിലോട്ട് കയറും. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ മക്കലിസ്റ്ററും സബോസ്ലായും പുഷ് ചെയ്യാനേ ചെയ്യും. സോ ഒരു ഇഷ്യൂ എന്നാന്ന് പറഞ്ഞാൽ അവിടെ സ്പേസസ് നല്ലപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുണ്ട്. വൈഡ് ഏരിയാസിൽ എസ്പെഷ്യലി അത് നല്ല പോലെ തന്നെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഗോള് അതിന്റെ വൺ ഓഫ് ദ എക്സാമ്പിൾ ആയിരുന്നു. ലിവർപൂൾ ഫൈനൽ തേടി വെച്ച് ഇത്രയും എക്സ്ട്രാ അഗ്രസീവ് സ്റ്റൈൽ ഓഫ് പ്ലേ കളിക്കുമ്പോഴേക്കും ദേ ഹാവ് ടു കീപ് ദ ബോൾ, അഥവാ ബോൾസ് ലൂസ് ചെയ്യുന്നത് വളരെ കുറച്ചായിരിക്കും. സോ ഈ ടീംമേറ്റ്സിന് ഇടയിൽ അണ്ടർസ്റ്റാൻഡിങ് വരേണ്ടതുണ്ട്. മക്കലിസ്റ്ററും ഫ്ലോറിയം വിച്ചും സബോസ്ലായും ഇപ്പൊ ഗ്രാംബർഗ് വരുമ്പോൾ ഗ്രാംബർഗ് എക്കിറ്റിക്ക് ഇവരുമായിട്ടെല്ലാം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരേണ്ടതുണ്ട്. ടീംമേറ്റ്സിന്റെ മൂവ്മെന്റ്സ് പഠിക്കേണ്ടതുണ്ട്. സോ ഫൈനൽ തേർഡിൽ ഇത്രയും നമ്പേഴ്സ് വെച്ച് അവർ കമ്മിറ്റ് ചെയ്യുമ്പോൾ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ മൂവ്മെന്റ്സ് പലപ്പോഴും റൈറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നില്ല എന്ന് കുറച്ച് മിസ്പാസുകൾ വരുന്നുണ്ടായിരുന്നു. ആൻഡ് ട്രാൻസിഷനിൽ ലിവർപൂളിനെ ഹേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഗോൾ നമ്മൾ കണ്ടു, ബ്രൂക്സ് റിലീസ് ചെയ്യുന്നു, ക്രോസ് റിലീസ് ചെയ്യുന്നു, അവിടെ വന്ന് സെമിന്യോ സ്കോർ ചെയ്യുകയാണ്. അവിടെ മേ ബി വാൻ ഡൈക്ക് ഷുഡ് ഹാവ് ഡൺ ബെറ്റർ നമുക്ക് ആർഗ്യൂ ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് ഗോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ ലിവർപൂൾ ഫൈനൽ തേടി വെച്ച് നിങ്ങൾക്ക് ഇപ്പം കാണാം. ബോൾ ലൂസ് ചെയ്തതിന് ശേഷം കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ 4 vs 2 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അവിടെ സെമന്യോ എന്നൊരു കിടിലൻ ഗോളും ഫിനിഷ് ചെയ്യുകയാണ്. ഔട്ട് ഓഫ് എവരി വൺ സെമന്യോ തന്നെ സ്കോർ ചെയ്ത്. ഇന്നലെ സെമന്യോയ്ക്ക് റേഷ്യൽ കമന്റ്സ് കിട്ടിയിരുന്നു. ആൾ അതിന്റെ ഫുട്ബോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനത്തെ ആളുകളെ സ്റ്റേഡിയത്തിൽ തന്നെ ബാൻ ചെയ്യണം. ആൻഡ് ഇന്നലെ ആള് തന്നെ ആ 2 ഗോളുകളും സ്കോർ ചെയ്തിരിക്കുകയാണ്. സൂപ്പർ ഗോളുകളായിരുന്നു. ആൻഡ് ഇന്നലെ ലിവർപൂൾ ലിവർപൂൾ ആൻസർ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കെർക്കസിനും ഫ്രിംപോങ്ങിനും അത്യാവശ്യം നല്ല റിക്കവറി പേഴ്സ് ഉണ്ട്. ഇന്നലെ എൻഡോനെയും റോബർട്ട്സിനെ ഇറക്കി 2 ഫുൾ ബാക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു. റോബർട്ട്സൺ ആണെങ്കിലും എൻഡോയ്ക്കാണെങ്കിലും അത്രയും റിക്കവറി പേസ് ഇല്ല. ഇന്നലെ എൻഡോനെ റൈറ്റ് ബാക്ക് കളിപ്പിച്ചു. ഞാൻ ഓർത്ത് മേ ബി സബോസ്ലായി ഇപ്പൊ സ്ട്രീമിലും പലരും പറയുന്നത് സബോസ്ലായി മേ ബി റൈറ്റ് ബാക്കിലോട്ട് മാറുമെന്നാണ്. പക്ഷെ എൻഡോ ആണ് അവിടെ ആ പിച്ചിൽ റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചത്. ആൻഡ് പുള്ളി കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എൻഡോയും കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പുറത്ത് റോബർട്ട്സണും കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച്. സോ അവരുടെ റിക്കവറി പേസ് ഒരു ഇഷ്യൂ ആണ്. സോ ഫ്രിംപോങ്ങിനെയും കെർക്കസിനെയും എല്ലാ മാച്ചും കളിക്കാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ മേ ബി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫുൾ ബാക്സ് അവർക്ക് ആ റിക്കവറി പേസ് ഉണ്ടോ, ഇത്ര അഗ്രസീവ്ലി കമ്മിറ്റ് ചെയ്യാൻ സാധിക്കുമോ? കമ്മിറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ ഫൈനൽ തേർഡ് വെച്ച് ബോൾ യൂസ് ചെയ്താൽ കൂടുതൽ ഇഷ്യൂസ് ആവുകയും ചെയ്തു. ആൻഡ് നമ്മൾ കണ്ടു എൻഡോനെ പിന്നെ മിഡ്ഫീൽഡിലോട്ട് മാറ്റി ഗോമസ് പിച്ചിൽ ഇറങ്ങിയ ശേഷം കുറച്ചുകൂടെ സ്റ്റേബിൾ, ഗോമസ് കുറച്ചുകൂടെ ഡിഫൻസീവ് ഡ്യൂട്ടീസിലോട്ട് ഇൻവോൾവ് ചെയ്ത് തന്നെ നിൽക്കുകയാണ് റാദർ ദാൻ പുഷിങ് അപ്പ്. സോ അവിടെ ആ ഒരു ബാലൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. പിന്നീടാണ് നമ്മൾ നോക്കുവാണെങ്കിൽ കിയേസ പിച്ചിൽ ഇറങ്ങുന്നു. അവിടെ സലയുടെ ഒരു ക്രോസ് വരുന്നു, പെട്രോവിച്ച് അങ്ങനെയൊക്കെയോ ബ്ലോക്ക് ചെയ്തിരുന്നു. ആൻഡ് കിയേസ അവിടെ ഗോൾ ഫിനിഷ് ചെയ്യാണ്. ആൻഡ് 4ാമത്തെ ഗോളിൽ എടുത്തു പറയേണ്ടത് സലയുടെ കമ്മിറ്റ്മെന്റ് നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ ആ ബോൾ എൻഡോ ക്ലിയർ ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസസ് ചെയ്യുന്നത്. അവിടെ ഡിഫൻഡറാണ് ഫേവറേറ്റ്, സലയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ചെല്ലുവാണ്, ആ ചാനലിലോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് ആ ബോൾ വിൻ ചെയ്യുവാണ്. 90+ മിനിറ്റ്, 4ാം മിനിറ്റിലായിരുന്നു ആഡ് ഓൺ ടൈമിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് 3-2 ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് സല ആ ടീമിലെ സൂപ്പർ സ്റ്റാർ ആണ്. സല അവിടെ കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്ത് പോയി ബോൾ റിക്കവർ ചെയ്യുവാണ്. അതിന് നമ്മൾ അങ്ങോട്ട് മാർക്ക് കൊടുത്തേ പറ്റൂ. സല അത് വിൻ ചെയ്യുന്നു. ആൻഡ് സല അത് 1-on-1 വരുന്നു, കട്ട് ചെയ്ത് കയറുന്നു, ആളുടെ വീക്ക് ഫുട്ടിൽ ആൾ ഫിനിഷും ചെയ്യുകയാണ്, ആളുടെ ആ ഗോളും സ്കോർ ചെയ്യാണ്. സോ ആ ഗോളിന് വേണ്ടിയുള്ള ഹങ്കർ ഇപ്പോഴും സലയ്ക്കുണ്ട് എന്ന് വീണ്ടും പുള്ളി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് എ ഗോൾ ആൻഡ് കമ്മിറ്റ്മെന്റ്, അതിനാണ് അവിടെ മാർക്ക് കൊടുക്കേണ്ടത്. സോ 4-2 വിക്ടറി ലിവർപൂൾ നേടുകയാണ്. അപ്പുറത്ത് ബോൺമുത്തിന് മാർക്ക് കൊടുത്തേ പറ്റൂ. സെക്കൻഡ് ഹാഫിൽ ചില ഫേസിലൊക്കെ ബോൺമുത്ത് ലിവർപൂളിന് മേലെ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ലിവർപൂൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഫിസിക്കലി ലിവർപൂൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു പല സിറ്റുവേഷൻ സെക്കൻഡ് ഹാഫിൽ. എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ മാച്ചാണ്, ടൈം എടുക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഫ്ലോറിയം വിച്ചിന്റെ ഇന്നലത്തെ അന്യായ പെർഫോമൻസ് ആയിരുന്നു, നല്ല ബിറ്റാനോ ആവറേജ് പെർഫോമൻസ് ആയിരുന്നു. മേ ബി വിച്ചിന് കുറച്ചുകൂടെ അഡാപ്റ്റ് ചെയ്യേണ്ടതാണ്. കുറച്ചുകൂടെ ഫിസിക്കലി പുള്ളി ഇമ്പ്രൂവ് ചെയ്തേ പറ്റും. പുള്ളിയുടെ അതിന് ചിലപ്പോൾ ചില ഫിസിക്കൽ ബാറ്റേഴ്സിൽ ഈസിലി പുള്ളിയുടെ അതിന് ബോൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. സോ അവിടെ ഫിസിക്കലി ഫ്ലോറിയം വിച്ച് ഇമ്പ്രൂവ് ആവുമായിരിക്കും, ആയേ പറ്റൂ. ആൻഡ് ഗ്രാവൻബർഗ് തരുമ്പോഴേക്കും ആരെ സാക്രിഫൈസ് ചെയ്യും. എൻ്റെ ഒരു ഒപ്പീനിയനിൽ സബോസ്ലായ് എസ്പെഷ്യലി ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആ മിഡ്ഫീൽഡിൽ സബോസ്ലായ് ഉള്ളത് ആ ടീമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അവിടെ ഒരു ഫിസിക്കാലിറ്റി വേണം. സബോസ്ലായ്, മക്കലിസ്റ്റർ, ഗ്രാവൻബർഗ്, അതാണ് ലിവർപൂളിന്റെ കോർ. എന്താണെന്ന് ചോദിച്ചാൽ അതാണ്. അത് എനിക്ക് തോന്നുന്നില്ല സ്ലോട്ട് സാക്രിഫൈസ് ചെയ്യുമെന്ന്. മേ ബി വൺ ഓഫ് ദ ഫ്രണ്ട് 3 പ്ലേയേഴ്സിനെ സാക്രിഫൈസ് ചെയ്തെന്ന് വരാം.
മേ ബി വിച്ചിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ മിഡ്ഫീൽഡ് ത്രീയിൽ ഇൻറ്റഗ്രേറ്റഡ് ആണെങ്കിൽ ഹി ഹാസ് ടു ഇംപ്രൂവ് ഫിസിക്കലി. സോ ഇതാണ് ഓവറോൾ തോന്നിയ ഒരു കാര്യം. ബട്ട് സോ മച്ച് ഹാപ്പി കിയേഴ്സ് ആ പിച്ചിൽ ഇറങ്ങി ഇമ്പാക്ട് ഉണ്ടാക്കിയതിൽ റിയലി ഹാപ്പിയാണ്. സോ പ്രീമിയർ ലീഗ് മാച്ച് ഡേ 1 ആയിട്ടേ ഉള്ളൂ, ഇനിയും ടൈമുണ്ട്. നമ്മൾ പറയുമല്ലോ മണി ഡസൻ ഗ്യാരണ്ടി സക്സസ് ഉള്ള പറയാമല്ലോ. സോ ലിവർപൂൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ലിവർപൂൾ എന്തുകൊണ്ട് ഇസാക്കിനെ നോക്കുന്നു എന്നുള്ളതും ക്ലിയർലി നമുക്ക് വിസിബിൾ ആണ്. കാരണം അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആക്കേണ്ടതുണ്ട്. ഓഫ് ദ ബെഞ്ച് എൻഡോ പോലത്തെ ഓപ്ഷൻസിനെയാണ് അവർക്ക് ഇറക്കേണ്ട വരുന്നത്. എൻഡോ ഇന്നലെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് പകരം വരുന്ന പ്ലേയേഴ്സ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. അവിടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുള്ളത് ലിവർപൂളിന്റെ ബെഞ്ചിൽ നിന്ന് ക്ലിയർലി വിസിബിൾ ആണ്. എന്തുകൊണ്ട് അവർ പുഷ് ചെയ്യുന്നു ഫോർവേഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ലിയോണി വന്നിട്ടുണ്ട്, ഗെയ് വരുമെന്നാണ് കേൾക്കുന്നത്. കൊണാട്ടെ നിൽക്കുകയോ ഇല്ലയോ അറിയത്തില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ലിവർപൂൾ എങ്ങനെ ഈ സീസൺ സ്ക്വാഡ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ള കാര്യം. ആൻഡ് മേ ബി കുറച്ച് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്. അർണെ സ്ലോട്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഗ്ലിംസ് വന്നിരുന്നു. അപ്പുറത്ത് ഇരിയോളയുടെ സൈഡിന് മാർക്ക് കൊടുത്തേ പറ്റും. അവർ 2-2 തന്നെ പല സിറ്റുവേഷനിൽ പോയി. ബ്രൂക്സ് നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ആഡംസ് എസ്പെഷ്യലി എപ്പോഴും വിച്ചിനോടൊപ്പം ഒരു നിഴല് പോലെ ഉണ്ടായിരുന്നു. വിച്ചിനെ വിടാതെ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആഡംസ്. സോ ആഡംസ് നല്ലപോലെ കളിച്ചു. 7 years യൂഷ്വൽ സൂപ്പർബായിട്ട് തന്നെ കളിക്കുന്ന സിറ്റുവേഷൻ കണ്ടു. മേ ബി പെട്രോവിച്ച് 1-2 ഗോള് ബെറ്റർ ആയിട്ട് ചെയ്യാമെന്ന് പലരും ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് കുറച്ച് ഹാർഷാണ്. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും